നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര തിരുനടയിൽ നിത്യകന്യകയായ ദേവിയുടെ ഓമന കല്യാണത്തിന് കൂടാൻ മംഗലക്കുഞ്ഞുങ്ങൾ എത്തി. നീണ്ട 19 വർഷത്തിനു ശേഷം എത്തിയ പെരുങ്കളിയാട്ടത്തിന് ദർശന പുണ്യം തേടിയെത്തിയത് പതിനായിരങ്ങൾ. ബേക്കൽ പോലീസിനെതിരെ പരാതിയുമായി പട്ടികവർഗ കുടുംബം. വീട്ടിലെത്തിയ SIയുമായി സംഘവും ആളുമാറി മർദ്ദിച്ചതാണ് പരാതി. കുടുംബശ്രീ ജില്ലാ മിഷൻ, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 12 മുതൽ 20 വരെയാണ് മേള. നവകേരള മുന്നണി സൃഷ്ടിക്ക എന്ന മുദ്രാവാക്യമുയർത്തി NCP സംസ്ഥാന അധ്യക്ഷൻ NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. തൃക്കരിപ്പൂർ പേക്കടം കാളേശ്വരി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 13 നടക്കുന്ന പൊങ്കാല സമർപ്പണ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളായി. ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള മാവുങ്കാലിൽ നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS ALP സ്കൂൾ വാർഷികാഘോഷം നടന്നു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനു മുന്നിൽ ഉപരോധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര തിരുനടയിൽ നിത്യകന്യകയായ ദേവിയുടെ ഓമന കല്യാണത്തിന് കൂടാൻ മംഗലക്കുഞ്ഞുങ്ങൾ എത്തി. നീണ്ട 19 വർഷത്തിനു ശേഷം എത്തിയ പെരുങ്കളിയാട്ടത്തിന് ദർശന പുണ്യം തേടി പതിനായിരങ്ങളാണ് ക്ഷേത്ര തിരുനടയിൽ എത്തിയത്. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര തിരുനടയിൽ മംഗളക്കാഴ്ചയായി ഈ മംഗലം കുഞ്ഞുങ്ങൾ. നിത്യകന്യകയായ ദേവിയുടെ ഓമന കല്യാണത്തിന് കൂടാനെത്തിയത് 140 മംഗലക്കുഞ്ഞുങ്ങളാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തോടൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിയത്. അച്ഛന്റെയും അമ്മാവന്റെയും ചുമലിലേറിയായിരുന്നു വലം വെപ്പ്. പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ ക്ഷേത്രത്തിന് കീഴിലുള്ള മുഴുവൻ കന്യകമാരും പന്തൽ മംഗല ചടങ്ങിൽ പങ്കെടുക്കണമെന്ന വിശ്വാസത്തിന്റെ ഭാഗമായാണ് ചടങ്ങ്. പുതുക്കൈ മുച്ചിലോട്ട് പരിധിയിൽ വരുന്ന പയ്യന്നൂർ, കരിവള്ളൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. വർഷത്തിന് ശേഷം നടന്ന പെരുങ്കളിയാട്ടത്തിലെ മംഗലക്കുഞ്ഞുങ്ങളെ കളിയാട്ടത്തിൽ കൂട്ടൽ ചടങ്ങിനെത്തിയ ഭക്തരാൽ ക്ഷേത്ര മതിൽക്കകവും ക്ഷേത്ര പരിസരവും നിറഞ്ഞു. ഒരു മാത്രമെങ്കിലും പവിത്രമായ ഈ ചടങ്ങ് വീക്ഷിച്ച ഭക്തജനങ്ങൾ മതിൽക്കത്തിന് പുറത്തേക്ക് മാറുക. വാലണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. ഉച്ചത്തോറ്റവും മംഗലക്കുഞ്ഞുങ്ങളും അരങ്ങൊഴിഞ്ഞതിനു പിന്നാലെ തൽസ്വരൂപൻ, പുലിയൂർ കണ്ണൻ, വെള്ളാട്ടം അരങ്ങിലെത്തി. തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ തോറ്റവും അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ബേക്കൽ പോലീസിനെതിരെ പരാതിയുമായി പട്ടികവർഗ കുടുംബം. വീട്ടിലെത്തിയ എസ്ഐയും സംഘവും ആളുമാറി അച്ഛനെയും മകളെയും ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചതായാണ് പരാതി. ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ബേക്കൽ എസ്ഐ അജയ് എസ് മേനോനെതിരെയാണ് ബേക്കലിലെ പട്ടികവർഗ കുടുംബത്തിന്റെ പരാതി. വീട്ടിലെത്തിയ എസ്ഐയും സംഘവും ഒരു പ്രകോപനവുമില്ലാതെ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. അച്ഛൻ ബി കെ കണ്ണൻ, മകൾ സിനിജ, ബന്ധു ഷീല എന്നിവരെ ക്രൂരമായി മർദ്ദിച്ചതായി ഇവർ പറയുന്നു. ആളുമാറിയാണ് മർദ്ദനമെന്നും കുടുംബം ആരോപിക്കുന്നു. മർദ്ദനത്തെ തുടർന്ന് ബി കെ കണ്ണൻ 5 ദിവസം കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോലീസ് വണ്ടി അവിടെ കണ്ടതുകൊണ്ട് എനിക്ക് സൈക്കിൾ തയ്യാറാക്കാൻ പറ്റില്ല. ഞാൻ മീത്ത സൈക്കിൾ വെച്ചിട്ട് പണിയുടെ ഡ്രസ്സും കുട്ടികൾ തിന്നാനൊക്കെ വാങ്ങിയത് അതുകൊണ്ട് ഞാൻ നടന്നിട്ട് വന്ന് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറി കുട്ടികളെ അത് കൊടുത്താകുമ്പം പിന്നെ പോലീസ് വണ്ടി സ്റ്റാർട്ടാക്കുന്ന കൂറ്റിയിട്ട് അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ കാണുന്ന എനിക്ക്. അപ്പം ഞാൻ ആ ഗേറ്റ് അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുറന്ന് പിന്നെ ഒരു സാധാരണ വണ്ടി ഒന്നും തിരിക്കാൻ ജാഗയില്ല, അവിടെ നിന്നാണ് തിരിക്കൽ. അപ്പോൾ വന്നിട്ട് എന്നെ പേരടി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. നേരെ അപ്പം എൻ്റെ വിചാരം എന്തോ ചോദിക്കാനായിരിക്കും, അങ്ങനെ സാധാരണ ചെയ്യലുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെ ഞാൻ അടുത്തോളം വന്നു. ആടെ എത്തിനുമ്പോൾ അയാളെ സ്വഭാവം മാറി. കോളർ പിടിച്ചിട്ട് നായിൻ്റെ അവനെന്നാണ് വിളിച്ചത്. നായിൻ്റെ അവൻ എന്തിനും എന്നെ കാണുമ്പോൾ ഓടിയെന്ന്. എനിക്ക് ഓടാൻ പോയി നടക്കാൻ വരെ പറ്റില്ല സാർ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് സർജറി. അപ്പോൾ എൻ്റെ ശരീരം മൊത്തം വേദനയാണ്, എനിക്ക് നടക്കാൻ വരെ കഴിയില്ല. അങ്ങനത്തെ ആൾ തീടത്തോളം വലിച്ചോണ്ട് റീപ്പിൽ കയറി നായിൻ്റെ മോനെന്ന് പറഞ്ഞു. അന്ന് സംഭവം എന്താ സാറേ പറയുന്നത് പറഞ്ഞാൽ പറയണ്ട, ഞാൻ സുഖമില്ലാത്ത ആളാണ് സാർ, നിങ്ങളെന്തിനാ അങ്ങനെ ഉപദ്രവിക്കുന്നത്. അന്നേരം മോളും പറഞ്ഞുകൊണ്ട് വന്ന് വിട്ട് സാറേ എൻ്റെ അച്ഛൻ സർജറി കഴിഞ്ഞ ആളാന്ന് പറഞ്ഞ് വിടുന്നില്ല. ഈ സംഭവം പറയുമ്പോൾ ലാസ്റ്റ് ആൾ പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞ്, നീ കള്ളനല്ലടാ, അല്ല അസുറുപ്പല്ലടാ കള്ള, നീ കയറിടാ നീ. ഞാൻ പറഞ്ഞ അസുറുപ്പല്ല സാർ, ഞാൻ കണ്ണനാ, എൻ്റെ വീടാണ് ഇത്, പിന്നെന്തിനാ ഞാൻ ഓടുന്നേ. ഓപ്പറേഷൻ കഴിഞ്ഞയാളെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം മദ്യലഹരിയിൽ എസ്ഐയെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ബേക്കൽ പോലീസിന്റെ വിശദീകരണം. ഇയാൾക്കെതിരെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും ബേക്കൽ പോലീസ് പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫെബ്രുവരി 12 മുതൽ 20 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 12 മുതൽ 20 വരെ കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മേള സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും. ജില്ലക്കകത്തും പുറത്തുമുള്ള യൂണിറ്റുകളുടെ ഭക്ഷ്യ പ്രദർശന വിപണന മേള, ഉൽപ്പന്ന പ്രദർശന വിപണന മേള എന്നിവയാണ് ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കുന്നത്. കുടുംബശ്രീയുടെ ജില്ലാ മിഷനും അതുപോലെ കാഞ്ഞങ്ങാട് നഗരസഭയും ചേർന്നുകൊണ്ട് 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുകയാണ്. ഒരു ഫുഡ് സ്ട്രീറ്റ് എന്നുള്ള രൂപത്തിലാണ്, അതോടൊപ്പം തന്നെ കൾച്ചറൽ ഫെസ്റ്റ് എന്നുള്ള രൂപത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിനകത്താണ് ഈ ഫുഡ് ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ രുചിയെ, മലബാറിൻ്റെ രുചികളെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതോടുകൂടി എല്ലാവർക്കും ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് കുടുംബശ്രീ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മെനു കുടുംബശ്രീ എന്നുള്ള രൂപത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മറ്റ് നിർദ്ദേശങ്ങളൊക്കെ തന്നെ കുടുംബശ്രീ അതിൻ്റെ സെലക്ഷനിലൂടെയാണ് ഓരോ ടീമിനെയും നിശ്ചയിച്ചിട്ടുള്ളത്. ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി ഫെബ്രുവരി 13 ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം, ഫെബ്രുവരി 15 ജില്ലാതല വനിതാ കൈകൊട്ടിക്കളി മത്സരം, 17 വനിതാ ഫാഷൻ ഷോ മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. താൽപര്യമുള്ള ടീമുകൾ CDSുമായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ CDS അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ലത, ADMC D ഹരിദാസ്, CDS ചെയർപേഴ്സൺ K സുജനി, സൂര്യ ജാനകി, CMM ബിനീഷ് ജോയ്, DPM TP ആതിര, BC ജ്യോതിഷ് A എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവകേരള മുന്നണി സൃഷ്ടിക്കായി എന്ന മുദ്രാവാക്യമുയർത്തി NCP സംസ്ഥാന അധ്യക്ഷൻ NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. ഫെബ്രുവരി 17 തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം. NCP സംസ്ഥാന അധ്യക്ഷൻ NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് തുടക്കമായി. NCP നയിക്കുന്ന
രാഷ്ട്രീയ പ്രചരണ യാത്ര ഇന്ന് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരിക എന്നാണ് ഈ ജാഥയുടെ ഉദ്ദേശം. 22-ാം തീയതി ഫെബ്രുവരി 22-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ദേശീയ പ്രസിഡന്റ് അനിൽ പവാറും ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേലും പങ്കെടുക്കുന്നതാണ്. അതിന്റെ പ്രചരണാർത്ഥം കൂടിയാണ് ഈ ജാഥ കുറിച്ചിട്ടുള്ളത്. കേരളത്തിലെ മാറ്റം എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാറ്റം അനിവാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. എന്ന് വെച്ചാൽ ഇന്ന് കേരളം സാമ്പത്തികമായ വളരെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. നവകേരള മുന്നണി സൃഷ്ടിക്കായി എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള ജാഥ 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ മോഹൻദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്ര പൊങ്കാല സമർപ്പണം ഫെബ്രുവരി 13-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൊങ്കാല സമർപ്പണത്തിന് ഉപയോഗിക്കേണ്ട 800-ൽ പരം മൺകലങ്ങൾ കഴുകി ഉണക്കിയെടുക്കുന്നത് മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തെങ്ങോലകളും പാണും ശേഖരിച്ചെത്തിക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളാണ് നടത്തിയത്. ക്ഷേത്ര പരിസരവും പൊങ്കാല അർപ്പിക്കാൻ അടുപ്പുകൾ തയ്യാറാക്കുന്ന ഇടങ്ങളും ദിവസങ്ങൾക്ക് മുൻപേ ഇവർ ശുചീകരിച്ചു. 50-ൽ പരം പേർ വരുന്ന മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് മൺകലങ്ങൾ കഴുകി ഉണക്കിയെടുത്തത്. 13 വർഷങ്ങൾക്ക് മുമ്പ് തന്ത്രീശന്റെ നിർദ്ദേശപ്രകാരമാണ് കാളീശ്വര ക്ഷേത്രത്തിൽ ആദ്യമായി പൊങ്കാല സമർപ്പിച്ചിട്ടുണ്ടായത്. ഈ വർഷത്തെ പൊങ്കാല ഫെബ്രുവരി 13-നാണ് നടക്കുന്നത്. വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കലം വൃത്തിയാക്കലും അതേപോലെ വിറക് ശേഖരണം എല്ലാ കാര്യങ്ങളും ഒരുക്കത്തോടെ അവസാന ഘട്ടത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 13-ന് രാവിലെ 9-ഓടെ പണ്ടാര അടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ പോറ്റി അഗ്നി തെളിയിക്കുന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാവുക. കലം കഴുകിയുണക്കാനും വിറക് ശേഖരണത്തിനുമായി മാതൃസമിതി പ്രസിഡന്റ് C. ശ്രീജ, സെക്രട്ടറി KV ഷീജ എന്നിവരുടെ നേതൃത്വത്തിലാണ് 50-ൽ പരം വനിതകൾ ദിവസങ്ങളായി തയ്യാറെടുപ്പ് നടത്തിവരുന്നത്. പൊങ്കാലയ്ക്ക് ഒരു ദിവസത്തെ വ്രതം നോറ്റെത്തുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ അരി, വെള്ളം, നെയ്യ് എന്നിവ ക്ഷേത്രത്തിൽ നിന്നാണ് ലഭിക്കുക. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള മാവുങ്കാലിൽ നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനന്ദാശ്രമം IMA ഹാൾ മാവുങ്കാലിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പല വിധത്തിലേക്കുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമ്പോഴും
അതിനെല്ലാം അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്ത് നമുക്ക് നൽകുന്നതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിഗണനയുടെ ഭാഗമായി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും പിന്നിലല്ല, നമ്മൾ എല്ലാ തലത്തിലും മറ്റുള്ള ആളുകളുടെ കൂടെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള കഴിവുകളും ശേഷികളും ഇതെല്ലാം ഉണ്ട്. അതിനെ കുറെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ കുറെ കൂടി സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും എല്ലാം ശ്രമിക്കുന്ന. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് മെമ്പർ MG പുഷ്പ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടികൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ജിത്തു കൊടക്കാടിന്റെ നാടൻ പാട്ടും അരങ്ങേറിയിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ സമ്മാനദാനം നടത്തി. ICDS സൂപ്പർവൈസർ പ്രസീത സ്വാഗതവും അംഗൻവാടി വർക്കർ ശോഭന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS ALP സ്കൂൾ വാർഷികാഘോഷം നടന്നു. വാർഡ് കൌൺസിലർ CK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. 49ാമത് വാർഷികം വിപുലമായി ആഘോഷിച്ച് കാഞ്ഞങ്ങാട് കടപ്പുറം PPTS ALP സ്കൂൾ വാർഡ് കൗൺസിലർ PK അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. PPTS ALP സ്കൂൾ എന്നറിയപ്പെടുന്ന ഈ സ്കൂളിന്റെ 49ാം വാർഷികത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് CH മുഹമ്മദ് കോയ ഈ സ്കൂൾ അനുവദിച്ചു തരുമ്പോൾ നമുക്കിവിടെ ഒന്നും കാര്യമില്ല. അന്നത്തെ മദ്രസ കെട്ടിടത്തിലാണ് സ്കൂൾ ആദ്യം ആരംഭിച്ചത്. സ്വാഗത സംഘം ചെയർമാനും PTA പ്രസിഡന്റുമായ CH നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദൂർ KU മിനി ജോസഫ് മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ PK സുബൈർ LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും സ്കൂൾ മാനേജർ PK സുബൈർ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. മികച്ച ഡയറിക്കുള്ള ഉപഹാരം CH അഹമ്മദ് കുഞ്ഞി ഹാജിയും മികച്ച വായനാക്കുറിപ്പിനുള്ള ഉപഹാരം മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CH മുസ്തഫയും ഇന്റർനാഷണൽ തൈക്കൊണ്ടയിൽ കേരളത്തിനു വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ സ്വാലിഹ് ബിൻ ഷമീറിനുള്ള അനുമോദനം മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ LK ഇബ്രാഹിമും നിർവഹിച്ചു. വാർഡ് കൗൺസിലർ റസിയ ഗഫൂർ, ഹോസ്ദൂർ PPC ഡോക്ടർ KV രാജേഷ്, PK അബ്ദുള്ള കുഞ്ഞി ഹാജി, മദർ PTA പ്രസിഡന്റ് CH റസീന, മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞിയൽ, സെക്രട്ടറി ഷാഹുൽ ഹമീദ്, സീനിയർ അസിസ്റ്റന്റ് സുജിത് ടീച്ചർ, SRG കൺവീനർ നിത്യ ടീച്ചർ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ M അബൂബക്കർ ഹാജി, CK സിദ്ദിഖ്, K കരീം തൊയ്ബ, MA നൌഷാദ്, മജീദ് മാഹിൻ, MA റഷീദ്, CH അബ്ദുൽ കരീം ഹാജി എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ രാജീവൻ P സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ഷരീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന ട്രഷറർ സജീഷ് ഗുരുവായൂർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഉമേഷ് കള്ളാർ അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ ഉദുമ, കുഞ്ഞിരാമൻ പാലക്കുന്ന്, ജില്ലാ രക്ഷാധികാരി ബഷീർ വെള്ളരിക്കുണ്ട്, രതീഷ് കരിവള്ളൂർ, ശിവരാജ് ബോവിക്കാനായി. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര ഭരണി മഹോത്സവത്തിന് 24-ന് കൊടിയേറും. ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മഞ്ഞൾക്കുറി പ്രസാദം നൽകുന്നതിനായി പൂച്ചക്കാട് മാതൃസമിതിയുടെയും പ്രാദേശിക സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു.
പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മഞ്ഞൾക്കുറി പ്രസാദം നൽകാൻ 9 മാസം മുൻപ് പൂച്ചക്കാട് മാതൃസമിതിയുടെയും പ്രാദേശിക സമിതിയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കഴകത്തിലെ 32 പ്രാദേശിക സമിതികളിലും ഇതുപോലെ കൃഷി നടത്തിയിരുന്നു. മുതിർന്ന കർഷകൻ ദാമോദരൻ കിഴക്കേക്കര വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക മാതൃസമിതി പ്രസിഡന്റ് വിശാല കോരൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര മാതൃസമിതി സെക്രട്ടറി ലേഖ ദാമോദരൻ, പ്രാദേശിക സമിതി പ്രസിഡന്റ് MV രവീന്ദ്രൻ, സെക്രട്ടറി P രാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സുകുമാരൻ പൂച്ചക്കാട്, K മോഹനൻ, K കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. മറ്റു ഭാരവാഹികളായ A മുരളി, P കുട്ട്യൻ, നാരായണൻ അടുക്കത്തിൽ, P പ്രഭാകരൻ, രത്ന മുരളി, ലതിക തൊട്ടി എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. MSF അജാനൂർ പഞ്ചായത്ത് സമ്മേളനം സമാപിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട് ഉദ്ഘാടനം ചെയ്തു. ഐക്യം അതിജീവനം അഭിമാനം MSF അജാനൂർ പഞ്ചായത്ത് സമ്മേളനം സമാപിച്ചു. സെന്റർ ചിത്താരി അരിയിൽ അബ്ദുൾ ഷുക്കൂർ നഗരിയിൽ നടന്ന സമ്മേളനം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസിം പാലായിയുടെ അധ്യക്ഷതയിൽ MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട് ഉദ്ഘാടനം ചെയ്തു. ശേഷം MSFന്റെ ഫൗണ്ടേഷനുകളായ ശാഖകളിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അജാനൂർ പഞ്ചായത്തിലെ 12ഓളം ശാഖകൾ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുശേഷമുള്ള ഈ ഒരു സമ്മേളനം പഞ്ചായത്ത് കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം നൽകാൻ വേണ്ടിയാണ് ഈ ഒരു സമ്മേളനത്തോടു കൂടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. MSF ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി പതാക ഉയർത്തി. വിദ്യാർത്ഥി റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം സൌത്ത് ചിത്താരിയിൽ കുവൈറ്റ് KMCC കാഞ്ഞങ്ങാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് കരീം CK നിർവഹിച്ചു. യൂസുഫ് ദായി ദാരിമി ചെങ്കള മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്റർ യൂണിറ്റ് ഫുട്ബോൾ ടൂർണമെന്റ്, ഹരിത സംഗമം, എക്സാം ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നിവ പ്രഖ്യാപിച്ചു. മണ്ഡലം MSF ജനറൽ സെക്രട്ടറി യാസിൻ മിനാപ്പീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ യൂത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി നൌഷാദ് MP, വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷ ഫർസാന, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുബാറക് ഹസീനാർ ഹാജി, ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി, സെക്രട്ടറി ഖാലിദ് അറബിക്കാടത്ത്, A ഹമീദ് ഹാജി, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കൊത്തിക്കാൽ, ജനറൽ സെക്രട്ടറി റമീസ് ആറങ്ങാടി, MSF ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റഫാദ് ബല്ലാക്കടപ്പുറം, മിഥിലാജ് കൊട്ടിലങ്ങാട്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CK ഇർഷാദ്, ഷക്കീല ബദറുദ്ദീൻ, CH സുലൈമാൻ, സെന്റർ ചിത്താരി ജമാഅത്ത് പ്രസിഡന്റ് K അബ്ദുൽ ഖാദർ ഹാജി, കുഞ്ഞബ്ദുള്ള സെന്റർ ചിത്താരി, ഹാരിസ് CM, മുർഷീദ് CK എന്നിവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷിബിലി കൊത്തിക്കാൽ സ്വാഗതവും മിഥിലാജ് നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ
ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. നെല്ലിക്കാട്ട് കോയാടം വീട് തറവാട് ശ്രീ പൂക്കളത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. പൂക്കളത്ത് ചാമുണ്ടിയമ്മ അരങ്ങിൽ നിറഞ്ഞാടി. പ്രസിദ്ധമായ നെല്ലിക്കാട്ട് കൊയാടം വീട് തറവാട് ശ്രീ പുക്കളത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം കുറിച്ചു. 2 ദിവസങ്ങളിലായി നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. സമാപന ദിവസം വൈകിട്ട് പുക്കളത്ത് ചാമുണ്ടിയമ്മ അരങ്ങിലെത്തി നിറഞ്ഞുറഞ്ഞാടി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹാശിസുകൾക്ക് പാത്രീഭൂതരാകുവാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. വൈകിട്ട് നെല്ലിക്കാട്ട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്ന് തെയ്യം വരവും നടന്നു. തുടർന്ന് വിളക്കിലരി ചടങ്ങ് നടന്നു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധുരക്കാട് ഇടയിൽ വീട് താനത്തുവളപ്പ് തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം അരങ്ങിലെത്തി. തിരുവാതിരയും അരങ്ങേറി. ഇടയിൽ വീട് താനത്ത് വളപ്പ് തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. തിരുവാതിരക്കളി അരങ്ങേറി. കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് തെയ്യം കൂടൽ നടന്നു. തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ തോറ്റം അരങ്ങിലെത്തി. തുടർന്ന് പ്രദേശത്തെ കലാകാരികൾ തിരുവാതിര അവതരിപ്പിച്ചു. തിരുവാതിര കാണാൻ നിരവധി പേരെത്തി നിറഞ്ഞ കയ്യടികൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടിന്റെ വികസന സ്വപ്നങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കർമ്മരംഗത്തിറങ്ങാൻ എടച്ചാക്കയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. കക്ഷി രാഷ്ട്രീയ ജാതിമതഭേദമന്യേ ഗ്രാമവാസികൾ ഒത്തുചേർന്നാണ് വികസന അജണ്ട മാത്രം മുന്നിൽ വെച്ച് ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ആതുര ശുശ്രൂഷ രംഗത്തും കായിക മേഖലയിലും ഉൾപ്പെടെ ഏറെ പിന്നോക്കം നിൽക്കുന്ന എടച്ചാക്കൈ ഗ്രാമത്തിൽ ആദ്യഘട്ടത്തിൽ പാവപ്പെട്ടവർക്കുൾപ്പെടെ ചികിത്സ ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആതുരാലയം സ്ഥാപിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. ആർക്കോ ഹെറിറ്റേജിൽ നടന്ന യോഗം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. അതേസമയം ക്ലിനിക് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും കൂട്ടുത്തരവാദിത്തത്തോടെ കൂട്ടായ്മയിലൂടെ അതേതെങ്കിലും സന്നദ്ധ സംഘടനകൾക്കും അതുപോലെ തന്നെ ചാരിറ്റി സംഘടനകൾക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതും ഒരുപാട് കടമ്പകൾ തന്നെയാണ്. അതിൽ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാതെ ഡോക്ടറെ കിട്ടാത്ത സാഹചര്യം. ഡോക്ടർമാരാണെങ്കിൽ ഗ്രാമത്തിൽ വന്ന് ജോലി ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന സാഹചര്യം. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും നന്നായി കിട്ടുക എന്നുള്ളത് മംഗളാവിട്ടാണ്. PK അബ്ദുൾ റഹീം ഹാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബുഷ്ര, പഞ്ചായത്ത് അംഗം P പവിത്രൻ, VK ഹനീഫ ഹാജി, ഡോക്ടർ NB മിദ്ലാജ്, K ഉസൈനാർ കുഞ്ഞി, P ജമാൽ ഹാജി, K മുരളി മാസ്റ്റർ, K നാസർ, TKC മുഹമ്മദ് കുഞ്ഞി ഹാജി, T അബ്ദുൾ റഹീം ഹാജി, KM മുഹമ്മദ് കുഞ്ഞി ഹാജി, AG നൗഫൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര തിരുനടയിൽ നിത്യകന്യകയായ ദേവിയുടെ ഓമന കല്യാണത്തിന് കൂടാൻ മംഗലക്കുഞ്ഞുങ്ങൾ എത്തി. നീണ്ട 19 വർഷത്തിനു ശേഷം എത്തിയ പെരുങ്കളിയാട്ടത്തിന് ദർശന പുണ്യം തേടിയെത്തിയത് 10,000ങ്ങൾ. ബേക്കൽ പോലീസിനെതിരെ പരാതിയുമായി പട്ടികവർഗ കുടുംബം. വീട്ടിലെത്തിയ SIയുമായി സംഘവും ആളുമാറി മർദ്ദിച്ചതാണ് പരാതി. കുടുംബ
കുടുംബശ്രീ ജില്ലാ മിഷൻ, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 12 മുതൽ 20 വരെയാണ് മേള. നവകേരള മുന്നണി സൃഷ്ടിക്ക എന്ന മുദ്രാവാക്യമുയർത്തി NCP സംസ്ഥാന അധ്യക്ഷൻ NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. തൃക്കരിപ്പൂർ പേക്കടം കാളേശ്വരി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 13 നടക്കുന്ന പൊങ്കാല സമർപ്പണ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളായി. ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള മാവുങ്കാലിൽ നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS ALP സ്കൂൾ വാർഷികാഘോഷം നടന്നു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനു മുന്നിൽ ഉപരോധ സമരം നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.